ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ പ്രാപ്തരായത് ഒരുപാട് വ്യക്തികളുടെ അധ്വാനവും പ്രാർത്ഥനയും സപ്പോർട്ടുമാണ്. തികച്ചും അഭിമാനത്തോടും നന്ദിയോടും കൂടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ ഞങ്ങൾ നന്ദി പറയാതെ പോയാൽ അതൊത്തിരി നഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ അവസരം കർത്തദാസനോട് ചോദിച്ച് എടുത്തത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നൽകിയ സംഭാവനകൾ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. എനിക്ക് കേവലം 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന് തളർന്നു പോയതാണ്. ഏകദേശം 6 മാസം ഒരേ കിടപ്പിൽ ശരീരത്തിന് ചലനങ്ങളൊന്നുമില്ലാതെ തികച്ചും പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് കുടുംബം മുന്നിൽ പ്രതീക്ഷകളൊന്നും കാണാതെ തകർന്ന അവസരത്തിലാണ് സർവശക്തനായ ദൈവം ഞങ്ങളെ തേടിയെത്തിയത്. അത് കേവലം ഒരു നഷ്ടമായിരുന്നില്ല, ഞങ്ങളെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ഉപാധിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകലിൽ ഇത്രയും ദൈവദാസന്മാരുടെ നടുവിൽ ഞങ്ങൾ അഭിമാനത്തോടെ യേശുവിനെ ഉയർത്തുവാൻ ഒരവസരം ലഭിച്ചത്. ആ 6 മാസത്തെ കിടക്കറയിൽ നിന്ന് ദൈവം അത്ഭുതകരമായ രോഗസൗഖ്യം കൊടുത്ത് ഇന്ന് ആരോഗ്യത്തോടെ ഒരു പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ വിവാഹ ശുശ്രൂഷ നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. അന്നു മുതൽ ഞങ്ങളുടെ യാത്ര ഒത്തിരി സുഖകരമായിരുന്നില്ല. അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് ഞങ്ങളെ ഈ വേദിയിൽ ഇന്ന് കൊണ്ട് നിർത്തിയത്. ഞങ്ങളുടെ മമ്മിയെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിൽ രാത്രി 2 മണിക്കൊക്കെ അറിയാതെ ഉണരുമ്പോൾ കാണുന്ന കാഴ്ച, തലയിൽ കരം വെച്ച് കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുന്ന ദിനരാത്രങ്ങൾ പലപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഓർക്കുകയാണ്. ഞാൻ പലപ്പോഴും അതറിയാതെ, മമ്മി അറിയാതെ ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കരസ്പർശനം ശിരസിൽ തൊടുമ്പോഴാണ് അറിയാതെ ഞെട്ടി ഉണർന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ അത് കേവലം ഒരു നന്ദി മാത്രമായിട്ട് ഞാൻ പറയാതെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് ഈ വേദിയിൽ ഞങ്ങൾ നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ സഹോദരിമാരെക്കുറിച്ച്, എൻ്റെ സഹോദരന്മാരെക്കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നോ അതിന് കാരണം എൻ്റെ സഹോദരിമാരാണ്. അവർ അല്ലാതായി തീർന്ന് എന്നെ ഇത്രയാക്കുവാൻ എൻ്റെ എല്ലാ മേഖലകളിലും A to Z ഒന്നും പറയാനില്ല. ഇന്ന് ഈ വേദിയിൽ എന്തായിരിക്കുന്നോ അതിന് കാരണം അവരാണ്. സോ താങ്ക്ഫുൾ ടു യു. നിങ്ങൾ ചെയ്ത എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി. സാറയുടെ പപ്പ മമ്മി കർത്താവിൻ്റെ വേലയിൽ ഒത്തിരി അധ്വാനിച്ചവരാ. ഒരുപാട് അവർ വേദനകൾ, തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇന്നാണ് പ്രിയ പപ്പ ഇത്രയും പ്രസിദ്ധനായി തീർന്നത്. പക്ഷെങ്കിൽ ഒരുപാട് കഥകൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് നിന്ദകൾ, പരിഹാസങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഏറ്റ അവസരങ്ങളുണ്ട്. പക്ഷെങ്കിൽ സാറെ ഇന്ന് എന്നോടുകൂടെ ഇങ്ങനെ നിർത്തുവാൻ പ്രാപ്തരാക്കി നിങ്ങളോട് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. പ്രിയ ജുനാല ജച്ചൻ ആൻഡ് ഫാമിലി, നിങ്ങളോടൊക്കെയുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുക. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, പാസ്റ്റേഴ്സ്, നിങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും സന്തോഷത്തോടെ ഇവിടെ നിൽക്കാൻ കാരണം. സോ താങ്ക്ഫുൾ ടു യു. നിങ്ങളോടെല്ലാം ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്ന ഇത്രയും ദൈവമക്കൾ, ഇത്രയും ആളുകളുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്നത് തികച്ചും ഒരു അഭിമാനമാണ്. ദൈവം നൽകിയൊരു അവസരമാണ്. താങ്ക് യു സോ മച്ച്. ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾ ചെയ്ത ദൈവദാസന്മാർ, ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർ, അദ്ദേഹം എൻ്റെ ഒരു സഹോദരനെ പോലെ, ഒരു പാസ്റ്റർ അല്ല, ഒരു സഹോദരനെ പോലെ എൻ്റെ കൂടെ ഇവിടെയുണ്ട്. എനിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു തന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഒത്തിരി പേര് ഇവിടെയുണ്ട്. നിങ്ങളോടൊക്കെ ആത്മാർത്ഥമായി നന്ദി ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഗാന ശുശ്രൂഷകൾ ചെയ്ത പ്രിയ കൊച്ചുമാൻചാൻ, പ്രിയ ഇമ്മാനുവൽ ചേച്ചൻ, തികഞ്ഞ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്തു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. എന്നെ ബലപ്പെടുത്തിയ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ശുശ്രൂഷ നടത്തിയ KC തോമസ് പാസ്റ്റർ, ഞങ്ങൾക്ക് വേണ്ടി ദൂതുകൾ അറിയിച്ച പ്രിയ ഡാനിയൽ പാസ്റ്റർ, ജോൺ പാസ്റ്റർ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തിയ ഒരു ഗാനത്തിൻ്റെ ചില പല്ലവികൾ മാത്രം, ചില വരികൾ മാത്രം പാടി ഈ അവസരം നൽകിയ ദേവദാസൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കും.
മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വീതും തീയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനെ പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വീതുത്തിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ താലോടുവാൻ യേശുവേ മൂലാരെയും കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗസുന്ദരൻ യേശു എനിക്കൊരു ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി പൂ പോലെ മൃദുലം. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാനെൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിന കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാനെൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിന കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എന്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ താലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. അതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗസുന്ദരൻ യേശു എനിക്കൊരു ഉത്തമ
ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പാനിനി പൂ പോലെ മൃദുലം എനിക്കൊരു